ആദ്യം റെസ്പെക്റ്റ് കാണിക്കുന്നു, സൗഹൃദം കാണിക്കുന്നു. ആ സൗഹൃദം പിന്നീട് അടുപ്പം പിന്നെ ഏത് രൂപത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് അയാൾക്ക് കൃത്യമായി അറിയാം. അങ്ങനെ റൂം ബുക്ക് ചെയ്ത് അവിടെ താമസിപ്പിച്ച് അവിടേക്ക് ഇയാൾ എത്തി. അതിനുശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും തല തരിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു തവണ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് വീണ്ടും ബലാത്സംഗം ചെയ്യപ്പെടുക? സ്ഥിരമായി ബലാത്സംഗ കേസുകളിൽ പ്രതികൾക്ക് അനുകൂലമായി പലപ്പോഴും പല ഇടങ്ങളിൽ നിന്നും കേൾക്കുന്ന ഒരു വാദമാണ്, എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുക എന്ന്. അങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെടും എന്നുള്ളത് ഫ്രാങ്കോയുടെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിലെ അതിജീവിത 13 തവണ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളത്, എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. ഈ കേസിലും സമാനമായ രീതിയുണ്ട്. ആദ്യത്തെ ബലാത്സംഗത്തിന് ശേഷം വീണ്ടും അയാളുടെ വരുതിയിലേക്ക് എത്തിക്കുന്നത്, അതിൽ ഭീഷണിയുടെ സ്വരമുണ്ട്, ഇടയ്ക്ക് സ്നേഹമാണോ എന്ന് സംശയിക്കുന്ന രീതിയുമുണ്ട്. അത് വളരെ വിദഗ്ധമായി ഉപയോഗിക്കാൻ നല്ല കഴിവുള്ള ആളാണ് ഇയാൾ. നന്നായി സംസാരിക്കുന്ന ആളാണെന്നുള്ളത് നമ്മൾക്കും തർക്കമില്ലാത്ത കാര്യമാണല്ലോ. അങ്ങനെയാണല്ലോ നമുക്കും ഇയാൾ പ്രിയപ്പെട്ടനായിരുന്നു കുറച്ചു കാലം ചർച്ചകളിൽ സജീവമായി നിൽക്കുമ്പോൾ. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗിച്ച് ഒരു പ്രത്യേക ട്രോമയിലേക്ക് ഈ സ്ത്രീകളെ എത്തിക്കുകയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും എത്തിക്കുന്നതിൽ സഹോദരിയുടെ വിവാഹമടക്കം മുടക്കിയേക്കാം എന്നുള്ള സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങൾ അടക്കം നടത്തിക്കൊണ്ടാണ് വീണ്ടും അവരെ ഈ ബന്ധത്തിലേക്ക് എത്തിക്കുന്നത്. അത് തുടർച്ചയാകുന്നു. അതിനുശേഷം ഗർഭിണിയാകുമ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത് നമ്മൾക്കറിയാം. അത് ഭർത്താവിൻ്റെ തലയിലിടാനും പിന്നീട് വളരെ മോശമായി പ്രതികരിക്കാനും ഒക്കെ തയ്യാറായി. അവിടെ ഈ പറഞ്ഞ യുവതി കാണിച്ച ധൈര്യം, ഈ പറഞ്ഞ ഭ്രൂണത്തിൻ്റെ അംശം സൂക്ഷിച്ചു എന്നുള്ളതാണ്. കാനഡയിലാണ്, അവിടെ അത് സൂക്ഷിച്ചു എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. DNA ടെസ്റ്റിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അവർ തയ്യാറാണെന്നുള്ള കാര്യം വന്നു. ഇപ്പോൾ DNA ടെസ്റ്റും നടത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ മറ്റ് 2 കേസുകളേക്കാൾ ഈ കേസിൽ കുറച്ചുകൂടി സാങ്കേതികമായ തെളിവുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.